Hello everyone, welcome to my very first video on house plans, interiors and decors. I am Preeti, an ex-school principal. Not an architect or an engineer, but still I could draw this 2000 square feet 3-bedroom house all by myself. It was sheer passion that led me into this field. I would say if I can do it, each one of you can also do it. What you need is a little sense of visualization and of course deeply learn about the Vastu concepts, as Vastu plays a very important role when you design your home. എൻ്റെ ഒരു ചെറിയ സ്റ്റോറി. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു ഒരു ഡ്രീം ഹോം പണിയാന്ന് പറഞ്ഞ്. ഇതിനു മുമ്പ് വീട് മേടിച്ചിട്ടുണ്ട്, പക്ഷെ അത് എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആണ്. വീട് പണിയാൻ പറ്റുക എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. സോ ഡിയർ ടു യു, സോ ക്ലോസ് ടു യുവർ ഹാർട്ട്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വീട് പണിയാൻ പറ്റുക എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ട്രൂ സ്റ്റോറി, നമ്മുടെ ഒരു ട്രൂ റിഫ്ലക്ഷനാണ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 5 വർഷം മുമ്പ് ഒരു 11 സെൻറ്റ് സ്ഥലം മേടിച്ചു അവിടെ വീട് വെക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. ഇതിനു മുമ്പ് ഒരു 10-20 വീടുകളിൽ താമസിച്ചിട്ടുണ്ട്, പല 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 സ്ഥലത്തായിട്ട്. അപ്പോൾ അവിടെയൊക്കെ താമസിച്ചപ്പോഴത്തേക്കിന് അവിടുന്ന് കിട്ടുന്ന പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എല്ലാ ഐഡിയാസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. എന്നാണോ ഞാനൊരു വീട് പണിയുന്നത് ഇതെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു നല്ല പ്ലാൻ വരയ്ക്കണം എന്നും പറഞ്ഞു. അങ്ങനെ ഞാനൊരു പേപ്പറും പെൻസിലും സ്കെയിലും ഒക്കെ എടുത്ത് ഒരു പ്ലാൻ വരയ്ക്കാനായിട്ട് ഇരുന്നു. ഞാനൊരു ആർക്കിടെക്ചർ പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ എത്ര നോക്കിയിട്ടും നമുക്കിങ്ങനെ റൂംസ് എല്ലാം ഇങ്ങനെ എവിടെയാണ് വേണ്ടിയെന്നുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാമെന്നല്ലാതെ ഒരു ആക്യുറേറ്റ് ഡയമെൻഷൻ എല്ലാം കൊടുത്ത് ഒരു പ്ലാൻ വരയ്ക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കിടന്ന് ആലോചിച്ചു ഇതെങ്ങനെ നമുക്ക് പോസിബിൾ ആക്കാമെന്നും പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ പണ്ട് സ്കൂളിൽ ഗ്രാഫ് പേപ്പർ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം മോൻ്റെ പഴയ ഗ്രാഫ് ബുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഒരു 4 പേജസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്ത് ഒരു വലിയ ഗ്രാഫ് പേപ്പർ ആക്കി. എന്നിട്ട് ഒരു ബോക്സ് ഒരു സ്ക്വയറിനെ 60 സെൻറ്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഞാനൊരു പെർഫെക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ഡയമെൻഷൻ എല്ലാം കൊടുത്ത് ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാൻ വരച്ചു. എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ എലിവേഷനും വരച്ചു. എന്നിട്ട് പിന്നെ അതിൻ്റെ 2D എടുത്തു, 3D എടുത്തു. അങ്ങനെ ഞാനൊരു പെർഫെക്റ്റ് പ്ലാൻ എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റി. ഈ വീടുകളിലെല്ലാം തന്നെ താമസിച്ചപ്പോഴത്തേക്കിന് വേറൊരു കാര്യം മനസ്സിലാക്കിയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടിയ സ്ഥലത്ത് ഇലക്ട്രിക്കൽ സ്വിച്ചസും പ്ലഗ് പോയിൻറ്റ്സും കാണാറില്ല. അതുപോലെ തന്നെ ബാത്റൂമിൽ നമുക്ക് വേണ്ടിയ ഹൈറ്റിലായിരിക്കത്തില്ല ടാപ്പ്, അല്ലെങ്കിൽ ആ ഫോസറ്റ് ആണെങ്കിൽ അങ്ങോട്ട് മാറിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സും പ്ലംബിംഗ് പോയിൻറ്റ്സും വരച്ചു. ഇതുപോലെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ പ്ലാൻ, വെരി ഫസ്റ്റ് പ്ലാൻ ഗ്രാഫ് പേപ്പറിൽ വരച്ചത്. മോൻ്റെ ഗ്രാഫ് ബുക്കിലെ ഗ്രാഫ് പേപ്പേഴ്സ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേഷനറി ഷോപ്പിൽ പോയപ്പോഴാണ് മനസ്സിലായ ഇതുപോലത്തെ വലിയ ഗ്രാഫ് പേപ്പറും അവൈലബിൾ ആണെന്നുള്ളത്. ഇതുപോലെയാണ് ഞാൻ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സും പ്ലംബിംഗ് പോയിൻറ്റ്സും എല്ലാം വരച്ചത്. ഈ ഒരു ബ്ലൂ പ്രിൻ്റ് കോൺട്രാക്ടറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് വീടിൻ്റെ കംപ്ലീഷൻ എല്ലാം നടന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ വീഡിയോ കോൾ ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്ത് അങ്ങനെ ഇതൊരു കംപ്ലീഷനിലോട്ട് വന്നു. പിന്നെ ഓഫ് കോഴ്സ് വീട് പണി തീരുന്നതിൻ്റെ ഒരു ലാസ്റ്റ് 2 മന്ത്സിൽ ഞാനിവിടെ വന്നിട്ടാണ് ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ ഹൗസ് ചെയ്യാൻ പറ്റി. സോ ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റും. So here's my lesson, the lesson that I learned through my experience. If you really want to do something, you will find different ways to make it possible. What you need is just the belief in you. Your loved ones may not agree with you, but that's okay. Only you know what you are good at. Only you know your worth. In my case, it was my ability to visualize a space, meaning I could adjust the scale of the elements so that I could give the correct proportion to the elements in it. And that made my designs more beautiful. So all of you out there,
If you really have a goal, just go for it and make it happen. Well, today, why I wanted to connect with you all, that is with a larger audience, is because I find a lot of new houses where in its elevation there are so many elements given and none of them will be in its correct proportion also, because of which the whole look of the house goes off. അവിടെ സ്റ്റോൺ ക്ലാഡിങ് കാണും, പർഗോല വർക്ക് കാണും, ജാലി വർക്ക് കാണും, ടഫൻ ഗ്ലാസ് കാണും, പാരപ്പറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ട് അതങ്ങ് ക്ലട്ടേർഡായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതൊന്നും അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിലും ആയിരിക്കത്തില്ല. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ എസ്തെറ്റിക്സ് അങ്ങ് സ്പോയിൽ ആകുകയാണ് ചെയ്യുന്നത്. വീടിൻ്റെ അകത്തെ റൂംസ് നോക്കിയാലോ, നമുക്ക് വേണ്ടിയ ബെഡ്റൂമിൽ ആവശ്യത്തിനുള്ള സ്പേസ് കാണത്തില്ല, പക്ഷെ വേണ്ടാത്ത ഒരു റൂമിൽ കുറേ എക്സ്ട്രാ സ്പേസ് കാണും. അല്ലേ, റൂംസ് ഒന്നും ഫർണിച്ചർ ലേഔട്ട് വെച്ച് പ്ലാൻ ചെയ്തതായിരിക്കത്തില്ല. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കിന് കോട്ടിൻ്റെ ബാക്കിൽ വിൻഡോ വന്നെന്നിരിക്കും. ചില വീടുകളിൽ ഫർണിച്ചർ ലേഔട്ട് പ്ലാൻ ചെയ്ത വീടുകളിലായിരിക്കും, പക്ഷേ അതിൻ്റെ കറക്റ്റ് സൈസ് വെച്ച് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ ഇട്ട് കഴിയുമ്പോൾ ഒരു സൈഡിലെ സോഫ ഇട്ട് കഴിഞ്ഞ് അടുത്ത സൈഡിലെ സോഫ ഈ സോഫയുടെ അകത്തോട്ട് ശകലം കയറി കിടക്കേണ്ടതായിട്ട് വരും. സോ ഇത് ആ കറക്റ്റ് സൈസ് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൊടുത്ത് പ്ലാൻ ചെയ്ത് വരച്ചിരുന്നെങ്കിൽ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. അങ്ങനെ കുറേ മിസ്റ്റേക്സ് നമുക്ക് ഇൻറ്റീരിയറിൽ കാണാൻ കിട്ടും. സോ ഇതൊക്കെ നമ്മൾ ഒരു എക്സ്പേർട്ടിൻ്റെ കൈ കൊടുത്ത് വരച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം നല്ലൊരു പ്ലാനായിട്ട് വരച്ചെടുക്കാൻ പറ്റും. യൂഷ്വലി വീട് പണിയാൻ പോകുന്ന മിക്കവരും അവരുടെ വീട് പണിയുന്ന എഞ്ചിനീയറിൻ്റെ അടുത്തോ കോൺട്രാക്ടറിൻ്റെ അടുത്തോ കുറച്ച് പ്ലാൻസ് കാണിക്കാൻ പറയും. അവരുടെ ബേസിക് റിക്വയർമെൻറ്റ് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാൻസ്, ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പ്ലാൻസോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് വരച്ച കുറച്ച് പ്ലാൻസ് ആയിരിക്കും. അതിൽ നിന്ന് ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ ആയിരിക്കും ക്ലയൻറ്റ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈല് ആ പ്ലാനിന് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ 3D എടുക്കും. 3D എടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഈ ഒരു പ്ലാന് നമ്മൾ പണിയാൻ പോകുന്ന പ്ലോട്ടിൻ്റെ ഓറിയൻറ്റേഷൻ വെച്ചിട്ട് അവിടെ അത് ഭംഗിയുണ്ടോ എന്നുള്ളത് നോക്കാറില്ല. ഈ ഒരു കൊടുത്തിരിക്കുന്ന ഡിസൈന് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള അപ്രോച്ച് റോഡ്, അത് കയറ്റായിരിക്കും, ഇറക്കമായിരിക്കും, അല്ല സ്ട്രെയിറ്റ് റോഡായിരിക്കും. അവിടുന്ന് അതിനെ ഒരു വിഷ്വലൈസേഷൻ ചെയ്തിട്ട് അതിന് ഭംഗിയുണ്ടോ എന്നുള്ളത് നോക്കാറില്ല. അതിൻ്റെ പ്രൊപ്പോർഷൻസ് എല്ലാം അവിടുന്ന് നോക്കുമ്പം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാറില്ല. അങ്ങനെ കൺസ്ട്രക്ഷൻ തുടങ്ങും. അങ്ങനെ കൺസ്ട്രക്ഷൻ തുടങ്ങി തീരാറാകുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ വീടിൻ്റെ ഭംഗി അത്രയ്ക്കും അങ്ങോട്ട് വന്നിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ എലിവേഷനിലോട്ട് ചില എലിമെൻറ്റ്സ് ആഡ് ഓൺ ചെയ്യും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് പൊളിച്ച് അവിടെ റീവർക്ക് ചെയ്യും. ഇതുപോലെ തന്നെയാണ് വീടിൻ്റെ ഇൻറ്റീരിയറിലും. ഒരു റൂം ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ തീരെ സ്പേസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടുത്തെ ഒരു മതിൽ പൊളിച്ച് കുറച്ച് പെറോട്ട് ഇറക്കി വെച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ഒരു റൂമിന് ഒട്ടും വെന്റിലേഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടുത്തെ വാൾ പൊളിച്ച് 2 ജനൽ വെച്ചെന്നിരിക്കും. ഇങ്ങനെയൊക്കെ ചേഞ്ചസ് നമ്മൾ ചെയ്യും അതിൻ്റെ ബ്യൂട്ടി ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒന്നും പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് വരത്തേയില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ബ്യൂട്ടി ആഡ് ഓൺ ചെയ്യുന്നതിന് പകരം അതിൻ്റെ ആ ഒരു വാവ് ലുക്ക് അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു ആദ്യം തന്നെ നമുക്കൊരു എക്സ്പെർട്ടിനെ കൊണ്ട് ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ. ഈ കറക്ഷൻസ് എല്ലാം നമ്മളിവിടെ ചെയ്യുമ്പം നമുക്കതൊരു എക്സ്ട്രാ കോസ്റ്റാണ് ആകുന്നത്. നല്ലൊരു എമൗണ്ടാണ് ഈ ഒരു കറക്ഷൻ ചെയ്ത് അതിൻ്റെ ബ്യൂട്ടി ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു എക്സ്പെർട്ടിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുമ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ദാറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹ്യൂജ് ഇൻ ദ ലോങ് റൺ. ഞാനൊരു പ്ലാൻ വരയ്ക്കുമ്പം ആദ്യം ചെയ്യുന്ന കൗണ്ട്ലെസ് hours ഓഫ് ഡിസ്കഷനാണ് ക്ലയൻറ്റുമായിട്ട് ചെയ്യുന്നത്. അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്റ്റൈല്, അവരുടെ ഡിസൈർസ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു പ്ലാൻ വരയ്ക്കുന്നത്. ബിക്കോസ് ദേ ആർ ദ വൺസ് ഹു ആർ ഗോയിങ് ടു ലിവ് ദെയർ. ഒരു വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നതാണ് ക്രക്സ് ഓഫ് ദ ഹൗസ്, ബാക്ക് ബോൺ ഓഫ് ദ ഹൗസ്. അപ്പോൾ അതിന് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്, അതുപോലെ ടൈം കൊടുത്ത് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അതങ്ങനെ ഒരുപാട് തോട്ട് പ്രോസസ്സിൽ കൂടെ പോയിട്ട് വേണം അതൊരു ഫൈനൽ പ്ലാൻ ആയിട്ട് വരാനായിട്ട്. ഒരു വെൽ പ്രൊപ്പോർഷൻഡ് ആയിട്ടുള്ള പ്ലാൻ എപ്പോഴും നമുക്ക് വിഷ്വലി പ്ലീസിങ് ആയിരിക്കും. എപ്പോഴും നമുക്കതൊരു ഫങ്ഷണൽ സ്പേസസ് ആയിരിക്കും തരുന്നത്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനോ ഡിസൈനോ ഇൻറ്റീരിയേഴ്സോ ഒക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെയിൽ അയയ്ക്കുക. So all of you watching me, if you're planning to build your home and if you want me to draw the plan of your home and design it, or if you want me to design the interiors of your home, please do mail me. I'll be most happy to embark on this journey of designing your dream home, catering to your specific needs and preferences. I'll be very happy to draw the plan of your home that perfectly fits your lifestyle, reflecting your personal taste and vision, and thus create a beautiful home for you that would bring joy and satisfaction every time you walk through the door. Thank you all for watching me. See you in my next video. Bye bye.